Very good evening to all of you. Welcome back to Alpha Nurses Academy. കമ്മ്യൂണിറ്റിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്റർവ്യൂവിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നലെ തൊട്ട് ഡിസ്കഷൻ ചെയ്തത്. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ വാക്സിൻസും അതിനെ പറ്റിയിട്ടുള്ള ഇമ്മ്യൂണൈസേഷനെ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബ് ചാനലിന്റെ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഏതെങ്കിലും ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഒന്ന് കമന്റ് ചെയ്താൽ മതി. പിന്നെ അതോടൊപ്പം തന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിലെ ലൈക്ക് ബട്ടണും കൂടെ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കുറച്ച് ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, അപ്പോ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും മൈക്കൊന്ന് ഓഫാക്കോ. ഓക്കെ, ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കോൺട്രാസെപ്ഷൻ ആൻഡ് ഫാമിലി പ്ലാനിങ് ആണ്. നമ്മുടെ രാജ്യം ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് അത് പോപ്പുലേഷൻ ആണ്. നിങ്ങൾക്കറിയാം, വേൾഡ് വൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പണ്ട് ചൈന ആയിരുന്നുണ്ടെങ്കിൽ ഇന്ന് അത് ഇന്ത്യ അതിനെ മറികടന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഇന്ത്യ ഒരിക്കലും ഒരു ഡെവലപ്ഡ് കൺട്രി ആവാത്തതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നതും ഇത് തന്നെയാണ്. ഓക്കെ, നമ്മുടെ അഡ്വാൻസസ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽത്തിലും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതൊരു നമ്മൾ കടലിൽ കായം കലക്കാന്ന് അറിയില്ലേ, അതേപോലെ ആയി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഗവൺമെന്റ് അത്രയും നമുക്ക് നമ്മുടെ ഈ രാജ്യത്തിലുള്ള ഓരോ അംഗങ്ങൾക്കും എത്തിച്ചേരാൻ പറ്റാത്തത്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും രാജ്യം ഒരുപാട് നല്ല രീതിയിലുള്ള കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷെങ്കിൽ ഇതിന്റെ ബെനഫിഷ്യറീസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബെനഫിഷ്യറീസ് എന്ന് പറയുന്നത് പിന്നെ അതിന് കിട്ടേണ്ട ആൾക്കാർ എന്ന് പറയുന്നത് വളരെ കൂടുതലായതുകൊണ്ട് മാത്രമല്ല, ഇതില് ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിണി, പരിതാപം, ഇതിന്റെ എല്ലാം ഒരുവിധപ്പെട്ട കാര്യങ്ങളുടെ എല്ലാം തന്നെ ഒരു കോസ് എന്ന് പറയുന്നത് ഓവർ ക്രൗഡിങ് ആണ്. അപ്പം നമ്മുടെ നാഷണൽ ലെവലിൽ ഏത് എക്സാം ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും അതിലൊരു ക്വസ്റ്റ്യനെങ്കിലും മിനിമം നമുക്ക് കോൺട്രാസെപ്ഷൻ അല്ലെങ്കിൽ ഫാമിലി പ്ലാനിങ്ങിനെ പറ്റിയിട്ട് ചോദിക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് DME ഇന്റർവ്യൂവിനും ചിലപ്പം നിങ്ങളുടെ ഈ ടൈപ്പ് ഏരിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ കോൺട്രാസെപ്ഷനെ പറ്റിയിട്ട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയാനായിട്ട് പോകുന്നത്. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുന്നത് പോലെ തന്നെ കുറെ കാര്യങ്ങൾ വരും, എല്ലാം മനസ്സിലാക്കി വെച്ചാൽ മതി. ഒന്നും തന്നെ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ആൻസർ ചെയ്യുന്ന രീതിയും ചിലപ്പം വ്യത്യാസപ്പെട്ടു. നമ്മളെ ഒരു ടോണ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ഒരു ഭയം ഉണ്ടാവും. അതല്ലാണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാനായിട്ട് നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചും കൂടെ കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾ ആൻസർ അറിയാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരിക്കലും ബൈഹാർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കേണ്ട. നിങ്ങൾ ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ, അതേസമയം നിങ്ങൾ ഈ അടുത്തുള്ള എക്സാം, ഇപ്പൊ RRB എക്സാം എഴുതുന്നുണ്ട്, നോർസെറ്റ് എക്സാം എഴുതുന്നുണ്ട്, ഇനി വേറെ ഏതെങ്കിലും എക്സാമൊക്കെ വിളിച്ചിട്ട് അതൊക്കെ എഴുതാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, എന്തായാലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിനൊക്കെ പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടോപ്പിക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അധികം നീട്ടി വലിക്കുന്നില്ല. അപ്പോ ഇന്ത്യ ഈസ് ദ ഫസ്റ്റ് കൺട്രി ടു ഇനീഷ്യേറ്റ് എ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം. കഴിഞ്ഞ പ്രാവശ്യം നോർസെറ്റ് എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഇന്ത്യയിൽ ആദ്യമായിട്ട് തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാംസ്, നാഷണൽ ഹെൽത്ത് പ്രോഗ്രാംസിൽ ഒന്ന് ഏതായിരുന്നു എന്നുള്ളതായിരുന്നു ക്വസ്റ്റ്യൻ. കുറെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ട്, നമ്മുടെ പണ്ടേ അറിയായിരുന്നു നമുക്ക് ഓവർ ക്രൗഡിങ് അല്ലെങ്കിൽ പോപ്പുലേഷൻ കൂടുതലാണെന്നുള്ളത്, അതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളത് നമുക്കറിയായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യം വളരെ പണ്ട് തന്നെ ബാക്കിയുള്ള പ്രോഗ്രാംസ്, മലേറിയ പ്രോഗ്രാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിനേക്കാളും മുന്നേ തന്നെ ആദ്യം നമ്മുടെ രാജ്യം കൊണ്ടുവന്ന ഒരു പ്രോഗ്രാമാണ് ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാം എന്ന് പറയുന്നത്. 1952 ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നത്. അടുത്ത രണ്ട് ടേമുകൾ നിങ്ങളെടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എലിജിബിൾ കപ്പിൾ ആൻഡ് ടാർജറ്റ് കപ്പിൾ? എലിജിബിൾ കപ്പിൾ എന്ന് പറയുന്നത് ആക്ച്വലി വുമൺ ഓഫ് റീപ്രൊഡക്റ്റീവ് ഏജ് ആണ്. ഓക്കെ, റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള സ്ത്രീകളെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് എലിജിബിൾ കപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതെന്ന് പറയുന്നത് 15 to 49 years ആണ് നമ്മൾ എലിജിബിൾ കപ്പിൾ ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷെങ്കിൽ ഇത്രയൊന്നും ഫെർട്ടിലിറ്റി പീരീഡും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. പൊതുവെ നമ്മൾ ഇപ്പം പറയുന്നത് ഏകദേശം 18 to 45 years എന്നാണ് പറയപ്പെടുന്നത്. പക്ഷെങ്കിൽ 15 to 49 years ആണ് നമ്മുടെ കെ പാർക്ക് പോലെയുള്ള കമ്മ്യൂണിറ്റി ബുക്സിലൊക്കെ കൊടുത്തിരിക്കുന്ന എലിജിബിൾ കപ്പിളിന്റെ ഏജ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടാർജറ്റ് കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വുമൻ ഹാസ് കംപ്ലീറ്റഡ് ഫാമിലി ഓർ ഹാസ് അറ്റ്ലീസ്റ്റ് 2 live children.
ഒന്നുകിൽ 2 കുട്ടികൾ ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അവരുടെ ഒരു ചില ഫാമിലീസിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാമൊന്ന് നമുക്കൊന്നും എന്നുള്ള, അല്ലെങ്കിൽ ഒരൊറ്റ കുട്ടി മതി എന്നുള്ളതായിരിക്കും. അപ്പോൾ ഒന്നുകിൽ ഫാമിലി കംപ്ലീറ്റഡ് ആയിരിക്കുക, അല്ലെങ്കിൽ മിനിമം 2 കുട്ടികളെങ്കിലും ഉണ്ടായിരിക്കുക. ഓക്കെ, അങ്ങനെയുള്ള ഫാമിലീസിനെ അല്ലെങ്കിൽ ആ ഒരു സ്ത്രീ വുമനെയാണ് നമ്മൾ എന്തിൽ പെടുത്തുന്നത്, ടാർഗറ്റ് കപ്പിൾ എന്ന് പറയുന്നത്. കാരണം ഇവർക്ക് 2 പേർക്കും കൊടുക്കുന്ന കോൺട്രാസെപ്റ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. എലിജിബിൾ കപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ കൊടുക്കുന്ന കോൺട്രാസെപ്റ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മുടെ കോൺട്രാസെപ്ഷൻ തന്നെയാണ്, ഫാമിലി പ്ലാനിങ് ടെക്നിക്കാണ് പറയുന്നത്. അപ്പൊ അതേസമയം ടാർഗറ്റ് കപ്പിളിന് നമ്മൾ കൊടുക്കുന്നത് എന്താണ്, നമ്മള് പെർമനന്റ് മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ, ദാറ്റ് ഈസ് സ്റ്റെറിലൈസേഷൻ, വാസക്ടമി അല്ലെങ്കിൽ ട്യൂബെക്ടമി ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ എലിജിബിൾ കപ്പിളും ടാർഗറ്റ് കപ്പിളും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നെക്സ്റ്റ് ഈസ് അബൌട്ട് വാട്ട് ഈസ് എ പ്ലാൻഡ് ഫാമിലി. നമ്മളൊരു ഫാമിലിനെ അവരുടെ ഫാമിലി പ്ലാൻഡ് ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, കുറച്ചധികം ക്രൈറ്റീരിയാസ് ഉണ്ട്. അതിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ ആദ്യത്തെ കാര്യമാണ് ഫസ്റ്റ് ചൈൽഡ് ബർത്ത് ഷുഡ് ബി ആഫ്റ്റർ മദർ ഏജ് ഈസ് മോർ ദാൻ 20 years. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് കുട്ടി ഉണ്ടാകുന്ന സമയത്ത് മദറിന്റെ ഏജ് എന്ന് പറയുന്നത് 20 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആയിരിക്കും. ഓക്കെ, അതാണ് ഒന്നാമത്തെ ക്രൈറ്റീരിയ. ആൻഡ് മിനിമം ഓഫ് 3 years ഓഫ് ഗ്യാപ്പ് ബിറ്റ്വീൻ 2 children. ആദ്യത്തെ കുട്ടി രണ്ടാമത്തെ കുട്ടി അല്ലെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെ കുട്ടിയും തമ്മിൽ മിനിമം 3 വർഷത്തെ ഗ്യാപ്പ് വേണം. ഓക്കെ, അല്ലാണ്ട് 1.5 വർഷമോ 2 വർഷമോ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ വി കനോട്ട് കോൾ ദം ആസ് പ്ലാൻഡ് ഫാമിലി. ഓക്കെ, പക്ഷെ 2 കുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പക്ഷെങ്കിൽ നമുക്ക് മിനിമം 2 കുട്ടികളുടെ ഇടയ്ക്ക് നമുക്ക് 3 വർഷത്തെ ഗ്യാപ്പ് പറയണം. ആൻഡ് മൂന്നാമത്തെയാണ് ലിമിറ്റഡ് സൈസ് ഓഫ് ഫാമിലി. ഇന്ത്യയിൽ നമ്മൾ 2-3 ആണ് നമ്മൾ പറയുന്നത്, പിന്നെ 2 ആണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. ഓക്കെ, കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത് നമ്മൾ 2 കാര്യങ്ങൾക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ദാറ്റ് ഈസ് ടു ഹാവ് ഗ്യാപ്പ് ബിറ്റ്വീൻ 2 children. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടാവും, ഇനി രണ്ടാമത്തെ കുട്ടി കുറച്ച് കഴിഞ്ഞിട്ട് മതി, ഒരു 3 വർഷം കഴിഞ്ഞിട്ട് മതി എന്നുള്ള ചിന്താഗതിക്കാർക്കാണ് നമ്മൾ ആദ്യത്തെ എയിം എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ടു ലിമിറ്റ് സൈസ് ഓഫ് ദി ഫാമിലി. ടു ലിമിറ്റ് സൈസ് ഓഫ് ദി ഫാമിലി. അപ്പൊ ആദ്യത്തെ എയിമിന് ടു ഹാവ് ഗ്യാപ്പ് ബിറ്റ്വീൻ 2 children നമ്മൾ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഉപയോഗിക്കുന്നത് കോൺട്രാസെപ്ഷൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെമ്പററി കോൺട്രാസെപ്ഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ സ്പേസിംഗ് മെത്തേഡ്സ് എന്ന് വിളിക്കും, അല്ലെങ്കിൽ റിവേഴ്സിബിൾ മെത്തേഡ്സ് എന്ന് വിളിക്കും. എപ്പോഴാണ് നമുക്ക് ആ ഒരു നമ്മുടെ തീരുമാനം ഇനി ഒരു കുട്ടി ആവാന്ന് ചിന്തിക്കുന്നത്, ആ സമയത്ത് തന്നെ നമുക്ക് റിവേർട്ട് ചെയ്തിട്ട് ഫെർട്ടിലിറ്റിയിലേക്ക് പോവാം. ഓക്കെ, അതേസമയം നമ്മൾ രണ്ടാമത്തെ എയിമിൽ ടു ലിമിറ്റ് സൈസ് ഓഫ് ദി ഫാമിലി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചൂസ് ചെയ്യുന്നത് പെർമനന്റ് മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ ആണ്. ഇത് ഇറിവേഴ്സിബിൾ മെത്തേഡ് ആണ്. പിന്നെ ഇതിലുള്ള മെയിൻ ആയിട്ടുള്ള 2 മെത്തേഡ്സ് ആണ് നമ്മുടെ ട്യൂബെക്ടമിയും വാസക്ടമിയും. ഓക്കെ, ഇനി അടുത്തതാണ് മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷനിൽ ടെമ്പററി ഉണ്ട്, പെർമനന്റ് മെത്തേഡ്സ് ഉണ്ട്. ടെമ്പററിയിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് നാച്ചുറൽ കോൺട്രാസെപ്ഷൻ. ഓക്കെ, രണ്ടാമത്തെയാണ് ബാരിയർ മെത്തേഡ്സ്. മൂന്നാമത്തെയാണ് ഓറൽ കമ്പൈൻഡ് പിൽസ്. ഓക്കെ, ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ് എന്നല്ല നമ്മൾ പറയുന്നത്, ഓറൽ കമ്പൈൻഡ് പിൽസ് ആണ്. ഓക്കെ, നാലാമത്തെയാണ് ഇൻജെക്ടബിൾസ്. ഓക്കെ, അഞ്ചാമത്തെയാണ് IU സീരീസ്. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മൾ ടെമ്പററിയിൽ നമ്മൾ പെടുത്തുന്നത്. ഇനി പെർമനന്റിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, മെയിൽസിലാണെന്നുണ്ടെങ്കിൽ വാസക്ടമി, ആൻഡ് ഫീമെയിൽസിലാണെന്നുണ്ടെങ്കിൽ ട്യൂബെക്ടമി. ഓക്കെ, അത് കൂടാണ്ട് നമ്മൾ ഫീമെയിൽസിൽ വേറൊരു പെർമനന്റ് മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ കൂടെ വന്നിട്ടുണ്ട്. അതിന്റെ പേരാണ് ഈശ്വർ. ഓക്കെ, ഈശ്വർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം കൂടെ വന്നിട്ടുണ്ട്. ഇത് നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിലേക്ക് ഒരു സ്പ്രിങ് പോലത്തെ ഒരു സംഭവം വെച്ച് കൊടുക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ ഓരോ ടെക്നിക്സും ആയിട്ട് അല്ലെങ്കിൽ ഓരോ മെത്തേഡ്സും കുറച്ചൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് അബൌട്ട് നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്. ഓക്കെ, അതിന്റെ തൊട്ട് മുന്നേ ആയിട്ട് നമ്മൾ ഓരോ കോൺട്രാസെപ്റ്റീവിന്റെയും എഫക്റ്റീവ്നെസ് നോക്കാൻ വേണ്ടിയിട്ട് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് പേൾ ഇൻഡെക്സ്. ഓക്കെ, പേൾ ഇൻഡെക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ആക്സിഡന്റൽ പ്രഗ്നൻസീസ് വിച്ച് ഒക്കേഴ്സ് ഇഫ്
100 women use the same contraceptive for 1 year. ഓക്കെ, ഇപ്പൊ സപ്പോസ് ഒരു വർഷത്തില് നമ്മൾ 100 സ്ത്രീകൾക്ക് ഒരേ കോൺട്രാസെപ്റ്റീവ് കൊടുക്കും. ഓക്കെ, ചിലപ്പോൾ നമ്മൾ ഇംപ്ലാന്റ്സ് ആയിരിക്കും കൊടുക്കുന്നത്, IU സീരീസ് ആയിരിക്കും കൊടുക്കുന്നത്, ചിലപ്പോൾ കോണ്ടം കൊടുക്കാം. ഓക്കെ, ഇങ്ങനെയുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ഏതെങ്കിലും 100 സ്ത്രീകൾക്ക് ഒരേപോലെ കൊടുക്കുന്നു. എന്നിട്ട് അതിൽ എത്ര ഫെയിലിയർ റേറ്റ് ഉണ്ട് നോക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പേൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, പേൾ ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു total accidental pregnancy divided by total months of exposure into 1200. ഓക്കെ, അതാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് ഇത്രയും ചോദിക്കാനുള്ള ചാൻസ് ഉണ്ടാവുള്ളൂ. നമ്മൾ കോൺട്രാസെപ്റ്റീവിന്റെ നമ്മുടെ എഫക്റ്റീവ്നെസ് നോക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻഡെക്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം പേൾ ഇൻഡെക്സ്. എന്താണ് പേൾ ഇൻഡെക്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറയണം പിന്നെ 100 ദിവസം. ഓക്കെ, 100 ദിവസം ഒരു 100 സ്ത്രീകൾ, ഓക്കെ 100 ദിവസമല്ല, 1 ഇയറിലേക്ക് 100 സ്ത്രീകൾ ഒരേ കോൺട്രാസെപ്റ്റീവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൽ എത്ര ഫെയിലിയർ റേറ്റ് ഉണ്ട് നോക്കുന്നത് തന്നെയാണ് നമ്മൾ പേൾ ഇൻഡെക്സ് എന്ന് പറയുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. ഓക്കെ, ഇനി ഇതിന്റെ യൂണിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 100 ദിവസമാണ് 100 സ്ത്രീകളാണ് ഒരു വർഷമാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ 100 വുമൻ ഇയർ ആണ് നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? ദെൻ ഇനി അടുത്ത നമുക്ക് നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിലേക്ക് വരാം. നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിന്റെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതാണ് കപ്പിൾ ഡിഡ് നോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നോ നീഡ് ടു യൂസ് എനി കൈൻഡ് ഓഫ് കോൺട്രാസെപ്റ്റീവ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രത്യേകിച്ച് പുറമേ നിന്ന് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചു ഉപയോഗിക്കേണ്ട ഒരു കാര്യമില്ല. ഇതിൽ നമുക്ക് പിന്നെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതില് മെയിൻ ഗോൾ അല്ലെങ്കിൽ മെയിൻ എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറൌണ്ട് ഓവുലേഷനില് നമ്മൾ കോയിറ്റസ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്, ഇന്റർകോഴ്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിലെ ഏറ്റവും വലിയ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഏതൊക്കെ മെത്തേഡ്സ് ആണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ ഈസ് റിതം മെത്തേഡ് അല്ലെങ്കിൽ കലണ്ടർ മെത്തേഡ്. രണ്ടാമത്തെയാണ് സ്റ്റാൻഡേർഡ് ഡേ മെത്തേഡ് അല്ലെങ്കിൽ ഇന്ത്യയിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് തിരുമല മെത്തേഡ്. സർവൈക്കൽ മ്യൂക്കസ് മെത്തേഡ്, ബേസൽ ബോഡി ടെമ്പറേച്ചർ മെത്തേഡ്, സിംപ്റ്റോതെർമിക് മെത്തേഡ്, വിഡ്രോവൽ മെത്തേഡ്. ഇത്രയൊക്കെയാണ് നമ്മുടെ നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിലുള്ളത്. റിതം മെത്തേഡ്, കലണ്ടർ മെത്തേഡ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഡേ മെത്തേഡ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ജനറലി കണക്കാക്കുന്നത് മെൻസ്ട്രൽ സൈക്കിളിന്റെ നോർമൽ 28 ഡേ സൈക്കിൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഡേ 1 to 7 എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സേഫ് ആയിരിക്കും. ഓക്കെ, ഡേ 1 to 7 എന്ന് പറയുന്നത് സേഫ് ആയിരിക്കും. ലാസ്റ്റിലത്തെ 20 to 28 എന്ന് പറയുന്നതും സേഫ് പീരീഡ് ആയിരിക്കും. ഓക്കെ, ഈ ഡേ 18 to 19 ആണ് ഫെർട്ടൈൽ പീരീഡ് അല്ലെങ്കിൽ നോട്ട് സേഫ് പീരീഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഒരു 14 ദിവസത്തോളം 7+7 എന്ന് പറയുന്നത് സേഫ് പീരീഡ് ആയിരിക്കും, പ്ലസ് ഒരു 14 ഡേയ്സ് ഫെർട്ടൈൽ പീരീഡ് ആയിരിക്കും അല്ലെങ്കിൽ അൺസേഫ് ആയിട്ടുള്ള പീരീഡ് ആയിരിക്കും. ഓക്കെ, ഇതാണ് സ്റ്റാൻഡേർഡ് ഡേ മെത്തേഡിലും അതേപോലെ തന്നെ കലണ്ടർ മെത്തേഡിലൊക്കെ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് സർവൈക്കൽ മ്യൂക്കസ് മെത്തേഡ് എന്ന് പറയുന്നത്. അറൌണ്ട് ഓവുലേഷനിൽ ഉണ്ടാവുന്ന സർവൈക്കൽ മ്യൂക്കസിന്റെ തിക്നെസ് അനുസരിച്ചിട്ട് നോക്കുന്നതാണ്. ഇങ്ങനെയൊക്കെ തന്നെ നിങ്ങൾ പറഞ്ഞാൽ മതി. ബേസൽ ബോഡി ടെമ്പറേച്ചർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ ബേസൽ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഏകദേശം ഒരു 96 to 98 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. പക്ഷേ ഇതിൽ അറൌണ്ട് ഓവുലേഷനിൽ ഒരു 0.5 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് കൂടും. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ബേസൽ ബോഡി ടെമ്പറേച്ചർ മെത്തേഡ് എന്ന് പറയുന്നത്. രാവിലെ എണീക്കുന്നു, എന്നിട്ട് ബോഡി ടെമ്പറേച്ചർ നോക്കുന്നു. ഓക്കെ, ഇനി അടുത്താണ് സിംപ്റ്റോതെർമിക് മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 നാച്ചുറൽ ഫാമിലി പ്ലാനിംഗ് മെത്തേഡ് നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ സിംപ്റ്റോതെർമിക് മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് തെർമിക് ആയിരിക്കണം, എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസൽ ബോഡി ടെമ്പറേച്ചർ മെത്തേഡ് ആയിരിക്കണം. ഓക്കെ, ഇറ്റ് ഈസ് ദ ബെസ്റ്റ് നാച്ചുറൽ ഫാമിലി പ്ലാനിംഗ് മെത്തേഡിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് സിംപ്റ്റോതെർമിക് മെത്തേഡ് ആണ്. ഓക്കെ, പിന്നെ വിഡ്രോവൽ മെത്തേഡ്, കോയിറ്റസ് ഇന്ററപ്റ്റസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പക്ഷെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നത് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്കാണ്. മാത്രമല്ല ഒരു നോർമൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സ്ത്രീകൾക്ക് തന്നെ നമ്മുടെ ഓവുലേഷൻ ഡേ എന്നാണ് അതൊന്നും കണ്ടെത്താൻ തന്നെ പറ്റൂല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ, അതിനൊക്കെ ഇപ്പോൾ ഒരുപാട് സംവിധാനങ്ങളുണ്ട് ഇപ്പം. പക്ഷെങ്കിൽ അതൊക്കെ ടു കോസ്റ്റ്ലി ആണ്. ഓക്കെ, മാത്രമല്ല നമ്മൾ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഈ ഒരു മെത്തേഡൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം ഇതൊക്കെയാണുള്ള പ്രശ്നം. ഓക്കെ, പിന്നെ ഇനി അടുത്തതാണ് നമ്മുടെ ബാരിയർ മെത്തേഡ്. ഇപ്പൊ നാച്ചുറൽ ഫാമിലി പ്ലാനിംഗ് മെത്തേഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 3-4 നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റണം. അടുത്താണ് ബാരിയർ മെത്തേഡ്സിൽ വരുന്നതാണ് മെയിൽ ആൻഡ് ഫീമെയിൽ കോണ്ടംസ്, വജനൽ സ്പോഞ്ച് ആൻഡ് വജനൽ ഡയഫ്രം. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതാണ് ടുഡേ എന്ന് വിളിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് വജനൽ സ്പോഞ്ച്. ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ സ്പോഞ്ച്, ഡയഫ്രം പോലുള്ള സംഭവങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ളതാണ്. ഒരു 90s ഉപയോഗിച്ചുകൊണ്ടിരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, ഇനി ഇതിലൊക്കെ ഉള്ള ഒരു സംഭവം ഉണ്ട്, സ്പെർമിസൈഡൽ ഏജന്റ്സ് ഉണ്ട്. അപ്പൊ ആ ഒരു ബെനിഫിറ്റ് ഉണ്ടായിരുന്നു ഇതിന്. അപ്പൊ സ്പെർമിസൈഡൽ ഏജന്റ് ഏതായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നോണോക്സിനോൾ 9. ഓക്കെ, നോണോക്സിനോൾ 9 പറഞ്ഞിട്ടുള്ള ഒരു ഏജന്റ് അതിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ഓക്കെ, ഇനി അടുത്തതാണ് ഓറൽ കോൺട്രാസെപ്റ്റീവ്, ദാറ്റ് ഈസ് ഓറൽ കമ്പൈൻഡ് പിൽസ്. ഇതിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ട് ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലാണ്, പിന്നെ അല്ലെങ്കിൽ ഓറൽ കമ്പൈൻഡ് പില്ലാണ് മാലയിനും മാലാഡിയും. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗവൺമെന്റ് സപ്ലൈയിൽ കിട്ടുന്നതാണ്. വെരി ഗുഡ്. ദാറ്റ് ഈസ് മാല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എന്ന് നിങ്ങൾ എന്താക്കിയാൽ മതി, നോ കോസ്റ്റ് എന്നാക്കിയാൽ മതി. ദാറ്റ് ഈസ് സപ്ലൈഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഓക്കെ, ഗവൺമെന്റ് സപ്ലൈ കിട്ടുന്ന സാധനമാണ് ഈ മാല എന്ന് പറയുന്നത്. മാല ഡി എന്ന് പറയുന്നതോ ഇത് സോഷ്യൽ മാർക്കറ്റിംഗ് സ്കീമിലുള്ളതാണ്. ഈ മാല ഡി എന്ന് പറയുന്നത്. ഓക്കെ, അറ്റ് ലോ കോസ്റ്റ്, ഇതിനൊന്നും വലിയ വിലയൊന്നുമില്ല, ഒരു 3 രൂപയ്ക്ക് ഒക്കെ വലിയൊരു സ്ട്രിപ്പ് ടാബ്ലറ്റ് ഒക്കെ കിട്ടുന്ന അത്തരത്തിൽ വളരെ ഇൻഎക്സ്പെൻസീവ് ആയിട്ടുള്ളതാണ് പിന്നെ ഈ മാല ഡി എന്ന് പറയുന്നത്. അപ്പം മാലയിനും മാല ഡിയും ഈ ഒരു ഡിഫറൻസ് അല്ലാതെ വേറെ ഒരു ഡിഫറൻസും ഇല്ല. ഇതിലെ കണ്ടന്റിലോ അല്ലെങ്കിൽ അതിന്റെ ഡോസിലോ പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസവും ഇല്ല. ഈ 2 ടാബ്ലറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 21 ടാബ്ലറ്റ് ആണ് നമുക്ക് പിന്നെ ഈ ഹോർമോണൽ പ്രിപ്പറേഷൻ ഉള്ളത്, പ്ലസ് നമുക്കൊരു പിന്നെ ബാക്കിയുള്ള ഒരു 7 ഫെറസ് ഫ്യൂമറേറ്റ് ടാബ്ലറ്റും കൂടെ ഉണ്ട്. ഫെറസ് ഫ്യൂമറേറ്റ്. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് 28 ടാബ്ലറ്റ്സ് ഉള്ളതാണ്. ഇതിലുള്ള കണ്ടന്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ E+P ആണ്. ദാറ്റ് ഈസ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്ട്രോൺ ആണ്. ദാറ്റ് ഈസ് എഥിനിൽ ഈസ്ട്രാഡിയോൾ ആൻഡ് ലെവോനോർജസ്റ്റർ. ഓക്കെ, എഥിനിൽ ഈസ്ട്രാഡിയോളിന്റെ ഡോസ് ആണ് 30 മൈക്രോഗ്രാം, ദാറ്റ് ഈസ് 0.3 mg, ആൻഡ് ലെവോനോർജസ്റ്ററിന്റെ ഡോസ് ആണ് 0.15 mg. ഓക്കെ, പറ്റാണെന്നുണ്ടെങ്കിൽ പഠിക്കുക. ഇതിന്റെ കണ്ടന്റ് എന്തായാലും പറ്റാണെന്നുണ്ടെങ്കിൽ അല്ല എന്തായാലും പഠിച്ചു. ഇനി പിന്നെ എപ്പോഴാണ് പില്ല് ബിഗിൻ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോർമൽ മെനിസ്ട്രേറ്റിംഗ് ഫീമെയിൽസ് ആണെന്നുണ്ടെങ്കിൽ day 1 ഓഫ് മെനിസ്ട്രൽ സൈക്കിളിലാണ് നമ്മളിത് തുടങ്ങേണ്ടത്. ഇനി അഥവാ ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ day 5 ഓഫ് മെനിസ്ട്രൽ സൈക്കിൾ തുടങ്ങുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ആഫ്റ്റർ MTP ആണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി തന്നെ നമ്മൾ യൂസ് ചെയ്യണം. അബോർഷൻ ആണെന്നുണ്ടെങ്കിൽ 1 വീക്ക് ഓഫ് അബോർഷൻ കഴിഞ്ഞ് ഒരു 1 വീക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യണം. ആഫ്റ്റർ ഡെലിവറി ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 6 to 8 വീക്സ് വരെ നമുക്ക് ഓൾറെഡി നമ്മുടെ നാച്ചുറലി നമ്മുടെ ബോഡിയിൽ ഒരു കോൺട്രാസെപ്ഷൻ ഉണ്ടാവും പ്രൊലാക്റ്റിൻ കാരണം. അതുകൊണ്ട് ഒരു 6 to 8 വീക്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിച്ചാൽ മതി. ഇനി അഥവാ നമ്മൾ പിൽസ് മറന്നുപോയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1-2 പില്ലാണെന്നുണ്ടെങ്കിൽ ഒരു പില്ല് എപ്പോഴാണ് ഓർമ്മ വരുന്നത് അന്നേരം ഒരു പില്ല് കഴിക്കുക. പിന്നെ ബാക്കിയുള്ള ടാബ്ലറ്റുകളൊക്കെ യൂഷ്വലി നമ്മൾ ഏത് ടൈമിലാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് എടുത്തോളൂ. ഇനി അഥവാ മോർ ദാൻ or equal to 3 പിൽസ് ആണ് പിന്നെ മറന്നുപോയെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഒരു പില്ല് പെട്ടെന്ന് തന്നെ എപ്പോഴാണ് ഓർമ്മ വരുന്നത് ഒരു പില്ല് കഴിക്കുക. എന്നിട്ട് ഓൾ അതർ ആസ് യൂഷ്വൽ നമ്മൾ എടുക്കുക. പക്ഷെങ്കിൽ നമ്മൾ ഒരു 7 days അതർ മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷൻ കൂടെ എടുക്കുക. ദാറ്റ് ഈസ് നമ്മൾ കോണ്ടം ഉപയോഗിക്കുക അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഡിവൈസ് നമുക്ക് ഉപയോഗിക്കാം. ഇനി അടുത്തതാണ് പ്രൊജസ്ട്രോൺ ഓൺലി പിൽസ്. ഓക്കെ, പ്രൊജസ്ട്രോൺ ഓൺലി കോൺട്രാസെപ്റ്റീവ്സ്, പിൽസ് അല്ല കോൺട്രാസെപ്റ്റീവ്സ്. ഓക്കെ, അതിൽ നമുക്ക് 3 കാര്യങ്ങളുണ്ട്. പ്രൊജസ്ട്രോൺ മാത്രമുള്ളത് ഒരിക്കലും പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരിക്കലും നമ്മൾ ഈസ്ട്രജൻ മാത്രമുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് നമ്മൾ ഉപയോഗിക്കില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈസ്ട്രജൻ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, മെൻസ്ട്രൽ സൈക്കിൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈസ്ട്രജന് പ്രോലിഫറേഷൻ കൂട്ടുന്ന ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെല്ലിന്റെ പ്രോലിഫറേഷൻ പെട്ടെന്ന് സെല്ലിനെ പ്രോലിഫറേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഈസ്ട്രജൻ ഉണ്ട്. അതുകൊണ്ടാണ് ഈസ്ട്രജൻ ഡിപ്പെൻഡന്റ് ആണ് ഈ ഗൈനക്കോളജിക്കൽ ക്യാൻസേഴ്സിൽ മിക്കതും. ഓക്കെ, അപ്പൊ ഈസ്ട്രജൻ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസർ ഉണ്ടാക്കുന്ന തരത്തിലായി പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ യൂട്രസ് ഒന്നുമുള്ള ആൾക്കാരിൽ, ഇപ്പം യൂട്രസ് ഇല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല, നമുക്ക് ഈസ്ട്രജൻ അലോൺ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, അതേസമയം യൂട്രസ് ഉള്ള ഒരു സ്ത്രീയിൽ നമുക്ക് ഒരിക്കലും തന്നെ ഈസ്ട്രജൻ അലോൺ ആയിട്ട് നമ്മൾ കൊടുക്കാറില്ല. കാരണം ദർ ഇസ് എ റിസ്ക് ഓഫ് CA അല്ലെങ്കിൽ ക്യാൻസർ. ഓക്കെ, യൂട്രൈൻ ക്യാൻസേഴ്സിനുള്ള ഒരു ചാൻസ് ഉണ്ട്. CA സെർവിക്സിന് ഈ ഒരു പിന്നെ ഈസ്ട്രജനായിട്ട് അത്ര ഇതില്ല. CA സെർവിക്സിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ ആരുമായിട്ടാണ്? HPV വൈറസ്. ദാറ്റ് ഈസ് HPV. ഓക്കെ, HPV ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ആയിട്ടാണ് ഏറ്റവും കൂടുതൽ ലിങ്ക് ചെയ്തിരിക്കുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ഒരു ട്രാൻസ്ഫോർമേഷൻ സോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോൺ ഉണ്ട് നമ്മുടെ സ്ക്വാമോ കൊളുമിനാർ ജംഗ്ഷൻ. സെർവിക്സും വജീനയിൽ ലൈൻ ചെയ്തിരിക്കുന്ന സ്ക്വാമസ് എപ്പിത്തീലിയവും സ്ട്രാറ്റിഫൈഡ് സ്ക്വാമസ് എപ്പിത്തീലിയവും യൂട്രസിനെ ലൈൻ ചെയ്തിരിക്കുന്ന കൊളുമിനാർ എപ്പിത്തീലിയവും ഇങ്ങനെ ചേഞ്ച് ആവുന്നതിന്റെ അടുക്കൽ ഒരു ട്രാൻസ്ഫോർമേഷൻ സോൺ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു സെല്ല് മറ്റൊരു സെല്ലായിട്ട് മാറുന്നത്. ക്യാൻസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു സെല്ല് പിന്നെ അബ്നോർമൽ ആയിട്ട് വേറൊരു സെല്ലായിട്ട് മാറുന്ന തന്നെയാണ്. അതിനെയാണ് നമ്മൾ മെറ്റാപ്ലേഷ്യ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് പിന്നെ അനാപ്ലേഷ്യ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ ക്യാൻസർ ആയി. ഓക്കെ, അപ്പോ
പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 21 ഇയേഴ്സിലാണ് അത് ഭയങ്കരമായിട്ട് പീക്കായിട്ട് അതിങ്ങനെ മാറുന്നത്. ആ സമയത്ത് കൊണ്ടുപോയിട്ട് HBV ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ആകപ്പാടെ ഒരു അലമ്പത് ഉണ്ടാക്കും. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകപ്പാടെ ആ ഒരു സെല്ലിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കും. അതുവഴിയാണ് നമുക്ക് ക്യാൻസർ കിട്ടുന്നത്. ഓക്കെ, CS സർവിക്സ് കിട്ടുന്നത്. അല്ലാണ്ട് ഈസ്ട്രോജൻ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള അല്ല. അതേസമയം ഈസ്ട്രോജൻ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ ഫൈബ്രോയിഡ് അടക്കം. ഓക്കെ, അപ്പം പ്രൊജസ്ട്രോൺ ഈസ്ട്രോജൻ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസ്ട്രോജൻ ഒരിക്കലും തന്നെ ഉപയോഗിക്കില്ല. അതേസമയം പ്രൊജസ്ട്രോൺ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തന്നെ ഉപയോഗിക്കാം. ഓക്കെ, കാരണം പ്രൊജസ്ട്രോൺ എന്ന് പറയുന്നത് എപ്പോഴും പ്രൊട്ടക്ട് ചെയ്ത് നിർത്തുന്ന ആളാണ്. എപ്പോഴാണോ പ്രൊജസ്ട്രോണിന്റെ സപ്പോർട്ട് പോകുന്നത് അപ്പോഴാണ് നമുക്ക് പീരീഡ്സ് വരെ ഉണ്ടാവുന്നത്, എൻഡോമെട്രിയൽ സപ്പോർട്ട് തന്നെ പോകുന്നത്. ഓക്കെ, അപ്പോ പ്രൊജസ്ട്രോൺ ഓൺലി കോൺട്രാസെപ്റ്റീവ്സിൽ 3 ഉള്ളത്. അതിൽ പ്രൊജസ്ട്രോൺ ഓൺലി പിൽസ്, അടുത്തതാണ് പ്രൊജസ്ട്രോൺ ഓൺലി ഇൻജെക്ടബിൾസ്, മൂന്നാമത്തെയാണ് പ്രൊജസ്ട്രോൺ ഓൺലി ഇംപ്ലാന്റ്സ്. ഓക്കെ, അപ്പൊ ഈ 3 ഉള്ളത്. പ്രൊജസ്ട്രോൺ ഓൺലി പിൽസ് ഉണ്ട്, പ്രൊജസ്ട്രോൺ ഓൺലി ഇൻജെക്ടബിൾസ് ഉണ്ട്, പ്രൊജസ്ട്രോൺ ഓൺലി ഇംപ്ലാന്റ്സ് ഉണ്ട്. ഓക്കെ, ഇതിൽ ആദ്യത്തെയാണ് പ്രൊജസ്ട്രോൺ ഓൺലി പിൽസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ പണ്ട് വിളിച്ചുകൊണ്ടിരുന്നതാണ് മിനി പിൽ എന്ന് വിളിക്കും. ഓക്കെ, ഇത് നമ്മുടെ നാഷണൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമിൽ ഇൻക്ലൂഡഡ് ആണ്. ഏതൊക്കെ സംഭവം നാഷണൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമിൽ ഇൻക്ലൂഡഡ് ആണോ അതൊക്കെ തന്നെ ഫ്രീ ഓഫ് കോസ്റ്റിൽ ജനങ്ങൾക്ക് ലഭിക്കും. ഓക്കെ, ആൻഡ് ഇന്ത്യ ഗവൺമെന്റ് കൊടുക്കുന്ന മിനി പില്ലിന്റെ പേരാണ് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക്, സെറാസെറ്റ്. ഇത് ചോദിക്കാറുണ്ട്, സെറാസെറ്റ്. ഓക്കെ, സെറാസെറ്റ് എന്നാണ് അതിന്റെ പേര്. ഓക്കെ, ഇതില് ഡിസോജെസ്ട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമാണുള്ളത്. അതൊന്നിനെ പറ്റിയിട്ടൊന്നും ചോദിക്കാനുള്ള ഒരു ചാൻസ് ഇല്ല. പ്രൊജസ്ട്രോൺ ഓൺലി പില്ലിനെയാണ് നമ്മൾ മിനി പിൽ എന്ന് വിളിക്കുന്നത്. ഇന്ത്യ ഗവൺമെന്റ് സപ്ലൈ ചെയ്യുന്ന അതിന്റെ ബ്രാൻഡ് നെയിമാണ് സെറാസെറ്റ് എന്ന് പറയുന്നത്. പിന്നെ മോഡ് ഓഫ് ആക്ഷനും കാര്യങ്ങളൊന്നും പഠിക്കണ്ട. ഇനി അടുത്തതാണ് പ്രൊജസ്ട്രോൺ ഓൺലി ഇൻജെക്ടബിൾസ്. ദിസ് വൺ ഓൾസോ വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, അപ്പൊ ആദ്യം പിൽസ് പഠിച്ചു, അതിൽ നമ്മൾ പഠിച്ചതാണ് സെറാസെറ്റ് അല്ലെങ്കിൽ മിനി പിൽ. ഇനി അടുത്തതാണ് പ്രൊജസ്ട്രോൺ ഓൺലി ഇൻജെക്ടബിൾസ്. ഇൻജെക്ടബിൾസും നാഷണൽ ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാമിൽ ഇൻക്ലൂഡഡ് ആണ്. അതിന്റെ പേരാണ് അന്തര. ഇതിന്റെ വയൽ കണ്ടവർക്ക് അറിയാം, വളരെ കുഞ്ഞൊരു വയലാണ്, വളരെ ക്യൂട്ട് ആയിട്ടുള്ള ഒരു കുഞ്ഞു വയലാണ്. ഓക്കെ, പിന്നെ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വലുതായിട്ട് തോന്നും, പക്ഷെ ഒരു വയൽ എന്ന് പറയുന്നത് ഒരു ക്ലൗഡി കളറിലുള്ള ഒരു കുഞ്ഞു വയലാണ്. അതിന്റെ പേരാണ് അന്തര എന്ന് പറയുന്നത്. ഇതിലുള്ള കണ്ടന്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. ദാറ്റ് ഈസ് DMPA, ഡിപ്പോട്ട് മെട്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ്. ഡിപ്പോട്ട് മെട്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഇത് 150 mg ആണ് നമ്മൾ എടുക്കുന്നത്, once in 3 months. ഓക്കെ, അപ്പൊ അന്തര ഓർമ്മ ഉണ്ടാവുമല്ലോ. പ്രൊജസ്ട്രോൺ ഓൺലി ഇൻജെക്ടബിളിന്റെ പേരാണ് അന്തര എന്ന് പറയുന്നത്. ഇതിലുള്ള കണ്ടന്റ് ആണ് DMPA, ദാറ്റ് ഈസ് ഡിപ്പോട്ട് മെട്രോക്സി പ്രൊജസ്ട്രോൺ അസറ്റേറ്റ്. 150 mg in 3 months, 3 മാസത്തിൽ ഒരിക്കലാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇറഗുലർ ബ്ലീഡിംഗ് ഒരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള സൈഡ് എഫക്ട് ആണ്. പിന്നെ ഇതല്ലാണ്ട് ഒരു NETE എന്ന് പറഞ്ഞിട്ടുള്ള നോർ എത്തിൻഡ്രോൺ എനാന്തൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭവം കൂടെ അതിനെ പറ്റിയിട്ട് പഠിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ആകെ പ്രൊജസ്ട്രോൺ ഓൺലി ഇൻജെക്ടബിൾസിൽ അന്തറിനെ പറ്റിയിട്ട് അറിഞ്ഞിരിക്കാം. ഇനി അടുത്തതാണ് പ്രൊജസ്ട്രോൺ ഓൺലി ഇംപ്ലാന്റ്സ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ നോർപ്ലാന്റ് 1, നോർപ്ലാന്റ് 2 എന്നൊക്കെ പറഞ്ഞ ZLA എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം. ഇതൊന്നും നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നില്ല, ആരും തന്നെ ഉപയോഗിക്കുന്നില്ല. ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നതാണ് നമുക്ക് ഫെർട്ടിലിറ്റി തിരിച്ചു കിട്ടാൻ കുറച്ച് പാടാണ് ഈ ഒരു സംഭവം ഉപയോഗിക്കും. നമ്മൾ നോൺ ഡൊമിനന്റ് ഹാൻഡിൽ സബ്ക്യൂട്ടേനിയസ്ലി ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന ഒരു സംഭവമാണ്. പക്ഷെങ്കിൽ ഫെർട്ടിലിറ്റി നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം തോന്നുകയാണ് കപ്പിൾസ് പ്ലാൻ ചെയ്യാനെന്നാൽ നമുക്ക് അടുത്ത പ്രാവശ്യം പ്രഗ്നന്റ് ആയിട്ട് നോക്കാം ഒരു കുട്ടിയാവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആവൂല, അത്ര പെട്ടെന്ന് റിവേർട്ടബിൾ അല്ല ഈ ഒരു സാധനമൊന്നും. ഈ പ്രൊജസ്ട്രോൺ ഓൺലി ഇൻജെക്ടബിൾസിന്റെ ഒരു പ്രശ്നം അത് തന്നെയാണ്. ഇനി അടുത്തതാണ്, നിങ്ങൾ എല്ലാവരും മൈക്ക് ഓഫ് ചെയ്യാവോ പ്ലീസ്? ഒന്ന് മൈക്ക് ഓഫ് ചെയ്യോ? ഓക്കെ, അപ്പൊ നമ്മൾ പ്രൊജസ്ട്രോൺ ഓൺലി പിൽസിനെ പറ്റി പറഞ്ഞു, ഇൻജെക്ടബിളിനെ പറ്റി പറഞ്ഞു, അതേപോലെ തന്നെ ഇംപ്ലാന്റ്സിനെ പറ്റിയിട്ടും പറഞ്ഞു. ഈ 3 കാര്യങ്ങളെ പറ്റിയിട്ടാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി അടുത്തൊരു സംഭവം ഉണ്ട്, ഈ നോൺ ഹോർമോണൽ മെത്തേഡ്സ് ആയിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് സെൻക്രോമാൻ. വെരി വെരി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ സെൻക്രോമാൻ എന്തായാലും ഓർമ്മിച്ച് വെച്ചോളാം. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് നമ്മുടെ CDRI ലക്നൗ ആണ് ഇത് ഡെവലപ്പ് ചെയ്തത്. ഇതിന്റെ പഴയ പേരാണ് സഹേലി എന്ന് പറയുന്നത്. ഓക്കെ, സഹേലി എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ, സഹേലി. ഓക്കെ, ഇതിന്റെ പുതിയ പേര് എന്ന് പറയുന്നതാണ് ഛായ. ഓക്കെ, ഛായ.
ഇതും കഴിഞ്ഞ നോർസെറ്റ് എക്സാമിനൊക്കെ ചോദിച്ചതാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ പൊതുവെ കോൺട്രാസെപ്റ്റീവിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് ഒന്നുകിൽ ഈസ്ട്രോജൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഒന്നുകിൽ പ്രൊജസ്ട്രോൺ അല്ലെങ്കിൽ കമ്പൈൻഡ് ആയിട്ടുള്ളതായിരിക്കും. ഇതിൽ പക്ഷെങ്കിൽ ഈസ്ട്രോജനും ഇല്ല, പ്രൊജസ്ട്രോണും ഇല്ല. അതിന് പകരം ഇതിലുള്ള കണ്ടന്റിന്റെ പേരാണ് ഓർമിലോക്സിഫിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഇസ് എ നോൺ സ്റ്റിറോയിഡ്, ഓർമിലോക്സിഫിൻ. കാരണം ഈ സ്റ്റീറോയിഡ്സിനൊക്കെ ഒരുപാട് തരത്തിലുള്ള സൈഡ് എഫക്ട്സ് ഉണ്ട്. പക്ഷെങ്കിൽ ദിസ് ഇസ് ദ ബെസ്റ്റ്. ഓക്കെ, സെൻക്രോമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ചായ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സഹേലി എന്ന് പറയുന്നത്, ഇതാണ് ഇപ്പോഴത്തെ കറന്റ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ് പില്ലാണ്. സെൻക്രോമാൻ. ഇത് പക്ഷെങ്കിൽ വീക്ക്ലി 1 ടാബ്ലറ്റ് ആണ്. ഇത് ഈ പില്ലായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, സെൻക്രോമാൻ ഓർമ്മിച്ച് വെക്കണേ. ഇനി അടുത്തതാണ് എമർജൻസി കോൺട്രാസെപ്ഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബെസ്റ്റ് എന്ന് പറയുന്നത് വിത്തിൻ 72 hours നമുക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ എമർജൻസി കോൺട്രാസെപ്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പിന്നെ ബാക്കപ്പ് കൺട്രോൾ അല്ലെങ്കിൽ മോർണിംഗ് ആഫ്റ്റർ പിൽ എന്നൊക്കെ നമ്മൾ വിളിക്കും. ഇത് അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇന്റർകോഴ്സിൽ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ്. പിന്നെ എമർജൻസി കോൺട്രാസെപ്ഷൻ അൺപ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ളതിന് ശേഷം ഒരു വിത്തിൻ 72 hours എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. പിന്നെ പക്ഷേ ഇതൊരു 5 days ഉള്ളിൽ എടുത്താലും മതി. ഓക്കെ, ബെസ്റ്റ് എമർജൻസി കോൺട്രാസെപ്റ്റീവ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോപ്പർട്ടി ആണ്. പിന്നെ ഹോർമോണൽ മെത്തേഡ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ യൂലിപ്രിസ്റ്റോൾ ആണ്. അതൊന്നും ചോദിക്കാനുള്ള ഒരു ചാൻസ് ഇല്ല. ഓക്കെ, ഇനി നമുക്ക് ഇൻട്രാ യൂട്രൈൻ കോൺട്രാസെപ്റ്റീവ് ഡിവൈസസ് ദാറ്റ് ഈസ് IU സീരീസിനെ പറ്റിയിട്ട് നോക്കാം. IU സീരീസ് എന്ന് പറയുമ്പോൾ 3 ജനറേഷൻസ് ആയിട്ടുണ്ട്. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ ആൻഡ് തേർഡ് ജനറേഷൻ. ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് നോൺ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഡിവൈസസ് ആണ്, വെറും തരത്തിലുള്ള സംഭവങ്ങളാണ്. ഇതിന്റെ പേരാണ് ലിപ്പീസ് ലൂപ്പ്. ഓക്കെ, ലിപ്പീസ് ലൂപ്പ്. ഇതൊന്നും ഇപ്പം ഉപയോഗിക്കുന്നില്ല, ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. ഇതാണ് ഫസ്റ്റ് ജനറേഷൻ. ഓക്കെ, നോൺ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവമാണ്. ഇതിന്റെ പേരായിരുന്നു ലിപ്പീസ് ലൂപ്പ്. ഓക്കെ, ഇനി സെക്കൻഡ് ജനറേഷനിലാണ് നമുക്ക് കോപ്പർ അല്ലെങ്കിൽ സിൽവർ കണ്ടെയ്നിങ് ആയിട്ടുള്ള IU സീരീസ് വന്നത്. കോപ്പർ T388, കോപ്പർ T220 പോലെയുള്ള ഡിവൈസസ് ഒക്കെ വന്നു. ഇനി അടുത്തതാണ് തേർഡ് ജനറേഷൻ. തേർഡ് ജനറേഷൻ എന്ന് പറയുമ്പോൾ ഇതിൽ ഹോർമോണൽ IU സീരീസ് ആണുള്ളത്. മിറേന, പ്രൊജസ്റ്റാസെർട്ട് പോലുള്ള സംഭവങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ കറന്റ് ഉപയോഗിക്കുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇതൊക്കെ, ഈ മിറേന, പ്രൊജസ്റ്റാസെർട്ട് ഒക്കെ. ഇതിന്റെ ലൈഫ് സ്പാൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ കോപ്പർ T380A ലൈഫ് സ്പാൻ എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് 10 years ആണ്. പ്രൊജസ്റ്റാസെർട്ടിന്റെ ഒക്കെ 1 year ആണ്. ഓക്കെ, കോംപ്ലിക്കേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഓഫ് IUCD. ഓക്കെ, പിന്നെ ഏതാണ് മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ ഓഫ് ബ്ലീഡിംഗ്. വെരി ഗുഡ്. ഓക്കെ, ബ്ലീഡിംഗ്. സെക്കൻഡ് മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ എന്തായിരിക്കും? പെയിൻ ആണ്. മോസ്റ്റ് കോമൺ റീസൺ ഫോർ റിമൂവൽ എന്ന് പറയുന്നതും പെയിൻ തന്നെയാണ്. ഓക്കെ, പിന്നെ ആക്സിഡന്റൽ പ്രഗ്നൻസീസും കാര്യങ്ങളൊക്കെ IU സീരീസിലും ഉണ്ടാവാറുണ്ട്. ഇനി അടുത്തതാണ് ഐഡിയൽ ടൈം ഫോർ ഇൻസേഷൻ ഓഫ് കോപ്പർ T എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 days ഓഫ് സ്റ്റാർട്ട് ഓഫ് മിനിസ്ട്രൽ സൈക്കിൾ. മിനിസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്ത് വിത്തിൻ 10 days ഇടുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി പോസ്റ്റ് പാർട്ടം IUCD ഇൻസേഷനെ പറ്റിയിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഐഡിയൽ പിന്നെ ഇതെന്ന് പറയുന്നത് എപ്പോഴാണ് പ്ലാസിന്റെ എക്സ്പെൽ ചെയ്തത്, പിന്നെ അത് കഴിഞ്ഞ് വിത്തിൻ 10 minutes ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ് പോസ്റ്റ് പാർട്ടത്തിൽ. ഓക്കെ, ഫസ്റ്റ് 48 hours സ്റ്റിൽ സേഫ് ആണ്. ഓക്കെ, ഫസ്റ്റ് 48 hours നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസേർട്ട് ചെയ്യാം. പക്ഷെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മള് കുട്ടി ജനിച്ചു കഴിഞ്ഞ് ഡെലിവറി കഴിഞ്ഞ് 48 hours മുതൽ 4 weeks വരെ നമ്മൾ കോപ്പർ T ഇടാനായിട്ട് പാടില്ല, അല്ലെങ്കിൽ IU സീരീസ് ഒന്നും തന്നെ ഉപയോഗിക്കാനായിട്ട് പാടില്ല. കാരണം അത് യൂട്രൈൻ പെർഫറേഷന് കാരണമാവും. ആ സമയത്ത് പിന്നെ എപ്പോഴാണ് സേഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 weeks കഴിഞ്ഞിട്ടാണ്. കാരണം ഇൻവല്യൂഷൻ ഒക്കെ നടക്കുന്ന ഒരു ടൈം ആയതുകൊണ്ടാണ് നമ്മൾ കോപ്പർ T ആ സമയത്ത് ഉപയോഗിക്കാത്തത്. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ പെർമനന്റ് മെത്തേഡ്സ് ഓഫ് കോൺട്രാസെപ്ഷനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മെയിൽസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് വാസെക്ടമി, ഫീമെയിൽസിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലിപെക്ടമി. ഓക്കെ, വാസെക്ടമിയിൽ തന്നെ നമ്മൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വാസെക്ടമിയാണ്. ഓക്കെ, വാസെക്ടമിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അഥവാ നമുക്ക് തോന്നുകയാണ് പിന്നെ ഒരു കുട്ടി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ റിവേഴ്സിബിൾ ആണ്. ഓക്കെ, നമുക്ക് പിന്നെ റിവേഴ്സിബിൾ ആയിട്ട് എടുക്കാനായിട്ട് നമുക്ക് വീണ്ടും ഫെർട്ടിലിറ്റി നമുക്ക് തിരിച്ച് പിന്നെ കൊണ്ടുവരാനായിട്ട് പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ പെർഫോം ചെയ്ത വാസെക്ടമിയുടെ പേരാണ് നോൺ സ്കാൽപ്പൽ വാസെക്ടമി. നോൺ സ്കാൽപ്പൽ വാസെക്ടമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് സ്കാൽപ്പൽ എന്ന് പറയുന്നത്. ഈ സംഭവം നമ്മൾ പൊടുന്നില്ല, പകരം നമ്മൾ ചെറിയൊരു ഇൻസേഷൻ ഉണ്ടാക്കിയിട്ട് ഈ ഒരു ഡിവൈസ് ആണ് ഉപയോഗിക്കുന്നത്. ഇതിന്റെ പേരാണ് സർജിക്കൽ ഹുക്ക് എന്ന് വിളിക്കും. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ പിന്നെ വാസ് ഡിഫറൻസ് ഒന്ന് ചെറുതായിട്ടൊന്ന് പുറത്തേക്ക് എടുത്തിട്ട് അത് കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറ്റാണ്, ലൈഗേറ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് കയറ്റാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് ഇതിനെ നോൺ സ്കാൽപ്പൽ വാസെക്ടമി എന്ന് വിളിക്കുന്നത്. ഒരു OPD പ്രൊസീജിയർ പോലെ നമുക്ക് ചെയ്തു വരാൻ പറ്റുന്നതാണ്
പിന്നെ ആകെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 monthsോളം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കോൺട്രസെപ്റ്റീവ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ 30 ജാക്കുലേഷൻസ് വരെ നമ്മൾ ബാക്കിയുള്ള മെത്തേഡ്സ് ഓഫ് കോൺട്രസെപ്ഷൻസ് ഉപയോഗിക്കണം. പിന്നെ 15 days പിന്നെ നമ്മൾ ഹെവി സാധനങ്ങളൊന്നും ലിഫ്റ്റ് ചെയ്യരുത്. ബാൻഡേജ് ഉപയോഗിക്കണം ഒരു 15 days. പിന്നെ നമ്മൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് 24 hours നമ്മൾ കുളിക്കാനും പാടില്ല. പിന്നെ ട്യൂബെക്ടമിന്റെ കാര്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ട്യൂബെക്ടമിയിലെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ പഠിക്കേണ്ട. ഒരു മെത്തേഡ്, സർജിക്കൽ മെത്തേഡിന്റെ പേര് പഠിച്ചു വെച്ചു, ദാറ്റ് ഇസ് പോമറോയിസ് മെത്തേഡ്. ദിസ് ഇസ് ദ മോസ്റ്റ് കോമൺലി നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് പോമറോയിസ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ ഉച്ചിര മെത്തേഡ്, ഇർവിംഗ് മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മെത്തേഡുകൾ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. പോമറോയിസ് മെത്തേഡാണ് ഇപ്പോഴും കൂടുതലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അറിയായിരിക്കും ഫെലോപ്പിയൻ റിംഗ് അപ്ലിക്കേറ്റർ. ഇത് ഈ ഗൈനക്കോളജി OT-യിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അറിയായിരിക്കും. ഓക്കെ, ലാപ്രോസ്കോപ്പിക് ആയിട്ട് നമ്മൾ കൂടുതലും ചെയ്യുന്നത്. ഏറ്റവും വലിയൊരു പ്രശ്നം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫെലോപ്പിയൻ ട്യൂബിന് പകരം കൊണ്ടുപോയിട്ട് റൗണ്ട് ലിഗമെന്റ് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യും. ഓക്കെ, ആ സമയത്ത് എന്താ സംഭവിക്കുന്നത് നിങ്ങൾ കേൾക്കാറില്ലേ? ട്യൂബെക്ടമി കഴിഞ്ഞിട്ട് പ്രഗ്നന്റ് ആയി എന്നൊക്കെ ഉള്ളത്. ഓക്കെ, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് കുറച്ചും കൂടെ പെട്ടെന്ന് തന്നെ ഈ ട്യൂബ് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പിന്നെ ഫീമെയിൽ സ്റ്റെറിലൈസേഷൻ ടൈമിംഗ് എന്ന് പറയുന്നതാണ് പിന്നെ 48 hours to 7 days ഓഫ് ഡെലിവറി റാം ആഫ്റ്റർ MTP ആഫ്റ്റർ CS ഒക്കെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ കോൺട്രസെപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നാഷണൽ പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഷൻ പരിവാർ വികാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ ഇതില് നൈ പഹേൽ കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂലി വെഡ് ആയി അടുത്ത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർക്ക് കോൺട്രാസെപ്റ്റീവ് കൊണ്ടുപോയി കൊടുക്കുന്നത്. പിന്നെ സാസ് ബഹു സമ്മേളൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയും മരുമോളും തമ്മിലുള്ള ഈ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ചില കുടുംബങ്ങളിൽ അമ്മയ്ക്കായിരിക്കും കൂടുതൽ ഇതിനുള്ള താല്പര്യം. ഒരു കുട്ടി വേണമെന്നോ, ഇന്നേ കുട്ടി വേണം, ആൺകുട്ടി വേണം, പെൺകുട്ടി വേണം എന്നൊക്കെ പറഞ്ഞിട്ട് താല്പര്യം പറയുന്നത് ചിലപ്പോൾ മിക്കവാറും ഈ സാസ് ആയിരിക്കും. ഓക്കെ, അപ്പൊ സാസും ബഹുവും കൂടി ചേർന്നിട്ട് അവരുടെ പിന്നെ ഫ്രീ ആയിട്ടുള്ള ഡിസ്കഷൻ, ഈ മാറ്ററിൽ ഒരു ഫ്രീ ഡിസ്കഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ സാസ് ബഹു സമ്മേളനം എന്നുള്ളത്. പിന്നെ സാർത്തി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാൻ, ഓക്കെ, നമ്മുടെ കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സും അതിന്റെ ഇൻഫർമേഷൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു വാൻ. ഇത്രയാണ് മിഷൻ പരിവാർ വികാസിൽ വരുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഏകദേശം കോൺട്രസെപ്ഷൻ ആൻഡ് ഫാമിലി പ്ലാനിങ്ങിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ടാണ് ഞാൻ പോയത്, എന്നാലും നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവേണ്ട കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങളൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ ഒരു പോയിന്റ്സ് ഒക്കെ പഠിച്ചിട്ട് പോവുക, ഉപകാരപ്പെടും. അപ്പോ ഇത് തുടക്കത്തിൽ കേൾക്കാത്ത ആൾക്കാർ ഇതിന്റെ യൂട്യൂബിൽ ഇത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് തൊട്ടേ നിങ്ങളൊന്ന് കേൾക്കുക, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സും നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു എവരിവൺ. ഹാവ് എ നൈസ് ഡേ.